അയോധ്യ സംഭാവനക്കൊള്ള കേസിൽ ക്ഷേത്രം ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായ് പ്രതിയാകും. അനിൽ മിശ്ര, ഗോപാൽ റാവു എന്നിവരെയും പ്രതി ചേർക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ക്ഷേത്ര ട്രസ്റ്റിന് നിർണായക യോഗം ഇന്ന് ചേരും. പ്രതി ചേർക്കപ്പെട്ടവരുടെ രാജി സ്വീകരിക്കുന്നതിൽ ക്ഷേത്ര ട്രസ്റ്റിൽ ഭിന്നതയുണ്ട്. SIT അന്വേഷണം പൂർത്തിയായ ശേഷം നടപടിയെടുത്താൽ മതിയെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. അതിനിടെ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന 900 കിലോഗ്രാം വെള്ളിക്കെട്ടുകളുടെ പരിശുദ്ധി പരിശോധിച്ചു. വിവാദം വിശദമായി ചർച്ച ചെയ്യാനാണ് RSSന്റെ തീരുമാനം. കർണാടകയിൽ അടുത്തയാഴ്ച നടക്കുന്ന RSS കോൺക്ലേവിൽ വിഷയം ചർച്ച ചെയ്യും. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. അയോധ്യയിലെ സംഭാവനക്കൊള്ള വലിയ ഗൗരവമുള്ള വിഷയമായി മാറുന്നു. ചമ്പത് റായ് ഇതുവരെയും ഈ നിമിഷം വരെയും പ്രതിയല്ല. പക്ഷേ പ്രതി ചേർക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ ചമ്പത് റായിയെ പ്രതി ചേർക്കുന്നതിനെതിരെ അയോധ്യയിലെ തന്നെ സന്യാസി സമൂഹത്തിൽ നിന്നുള്ളവരൊക്കെ അഭിപ്രായപ്പെട്ടിരുന്നു എന്ന് കേട്ടു. അവരൊക്കെ പറഞ്ഞിരുന്നത് ചമ്പത് റായിയെ പ്രതിയാക്കരുതേ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പ്രതിയാക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അത്രമേൽ ഗുരുതരമായ തെളിവുകൾ ഈ ചമ്പത് റായിക്കെതിരെയുണ്ട്. VHPയുടെ വൈസ് പ്രസിഡന്റാണ്. ക്ഷേത്രത്തിന്റെ പൂർണ്ണ ചുമതല ഏൽപ്പിച്ചിരുന്ന തീർത്ഥ ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ചമ്പത് റായിയും പ്രതിയാകുമെന്നാണ് അല്ലേ ലഭിക്കുന്ന വിവരം? നോബൽ, അരുൺ, അയോധ്യ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ ചമ്പത് റായ്, അനിൽ മിശ്ര, ഗോപാൽ റാവു എന്നിവർ പ്രതികളാകും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. SIT ഈ മാസം 15-നുള്ളിൽ അവരുടെ ആദ്യ ഇതുമായി ബന്ധപ്പെട്ട FIR ഇടും എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുക. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ പരിശോധനയിലും ചോദ്യം ചെയ്യലും കൃത്യമായി തന്നെ ചമ്പത് റായ് അടക്കമുള്ളവർക്ക്, അനിൽ മിശ്ര അടക്കമുള്ളവർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന കാര്യം നിസ്സംശയം ബോധ്യപ്പെട്ടു എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്താണെങ്കിലും ഇതിൽ FIR വരാൻ പോകുന്നത് എന്ന വിവരം ലഭിക്കുന്നുണ്ട്. അതേസമയം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ക്ഷേത്ര ട്രസ്റ്റിന്റെ നിർണായകമായ യോഗം അയോധ്യയിൽ നടക്കുകയാണ്. വൈകിട്ട് 3 മണിക്കാണ് യോഗം ചേരുക. ഈ യോഗത്തിൽ പ്രധാനമായും ചമ്പത് റായ്, അനിൽ മിശ്ര അടക്കമുള്ളവർ നൽകിയ രാജിക്കത്തിന്റെ കാര്യത്തിൽ ചർച്ച ഉണ്ടാകും എന്ന് അറിയാൻ കഴിയുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ക്ഷേത്ര ട്രസ്റ്റിൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് 2 അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു വിഭാഗം ആളുകൾ ഇവർ രാജിവെച്ച് പുറത്തേക്ക് പോകട്ടെ നിലപാട് സ്വീകരിക്കുമ്പോൾ, മറ്റൊരു വിഭാഗം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പൂർത്തിയായ ശേഷം മാത്രം മതി ഇതിൽ നടപടി എന്താണ് അവർ ഒരു നിലപാട് എന്താണെങ്കിലും പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം പ്രധാനപ്പെട്ട പല നീക്കങ്ങളും ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ക്ഷേത്ര ട്രസ്റ്റിൽ 900 കിലോ വെള്ളി ഉണ്ടായിരുന്നു. ഇതിന്റെ പ്യൂരിറ്റി പരിശോധന അടക്കം നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഹൈദരാബാദിലെ കേന്ദ്ര സർക്കാർ ആസ്ഥാനമായ ഒരു സ്ഥാപനത്തിലാണ് ഇതിന്റെ പ്യൂരിറ്റി പരിശോധിച്ച് 90% പ്യൂരിറ്റി ഉണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല 20 ലക്ഷം രൂപ ഇതിനു വേണ്ടി ക്ഷേത്ര ട്രസ്റ്റ് ഇപ്പോൾ മുടക്കിയിട്ടുണ്ട് എന്ന വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് RSSുമായി ബന്ധപ്പെട്ടാണ്. നിലവിൽ ഇപ്പോൾ ഈ ക്ഷേത്രക്കൊള്ളയിൽ വലിയ തരത്തിൽ RSSന് കടുത്ത അതിർത്തിയും സമ്മർദ്ദത്തിലുമാണ് RSS ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി തന്നെ ഈ വിഷയം ചർച്ച ചെയ്യും എന്ന് അറിയാൻ കഴിയുന്നു. കർണാടകയിലെ ബലഗാവിയിൽ അടുത്തയാഴ്ച 3 ദിവസത്തെ RSS കോൺക്ലേവ് നടക്കുന്നുണ്ട്. ഈ കോൺക്ലേവ് വിശദമായി തന്നെ ക്ഷേത്രത്തിലെ നിലവിലത്തെ കൊള്ള പൂർണ്ണമായും ചർച്ച ചെയ്യണം എന്നാണ് ഒരു ആവശ്യം ഉയർന്നേക്ക് ചർച്ച നടക്കും എന്ന് അറിയാൻ കഴിയുന്നു. അതിന് മുന്നോടിയായി തന്നെ RSSന്റെ മുതിർന്ന നേതാവ് സുരേഷ് ജോഷി അയോധ്യയിൽ എത്തി കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നൊരു ലഭിക്കുന്നുണ്ട്. അതായത് നിർണായകമായ നീക്കങ്ങളാണ് അയോധ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ആളുകളെ, പ്രത്യേകിച്ച് പ്രതികളായവരെ, അതോടൊപ്പം മറ്റ് ആളുകളൊക്കെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഒപ്പം CCTV ദൃശ്യങ്ങൾ പലതും നശിപ്പിച്ചിട്ടുണ്ട്. അത് വീണ്ടെടുക്കാൻ ശ്രമം നടക്കുന്നു എന്ന വിവരം പുറത്തേക്ക്. അത്തരത്തിൽ അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇത്രയും ദിവസം നേരത്തെ അരുൺ സൂചിപ്പിച്ച തന്നെ എന്തുകൊണ്ട് ചമ്പത് റായ് ഇതിൽ പ്രതിയാകുന്നില്ല എന്തായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നുകൊണ്ടിരിക്കുക. അതിന് ഉത്തരം വരാൻ പോവുകയാണ്. പക്ഷേ അപ്പോഴും അയോധ്യയിലെ ഒരു വിഭാഗം സന്യാസി സമൂഹം ചമ്പത് റായ്ക്കെതിരെ കേസ് എടുക്കരുത്, ചമ്പത് റായ് ഒരു മികച്ച മനുഷ്യനാണെന്ന നിലപാടൊക്കെ പങ്കുവെച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്ന കാഴ്ചയൊക്കെ എന്താണെങ്കിലും അവിടെ കാണാൻ കഴിയുന്നു. അത്തരത്തിൽ വലിയ നാടകീയ രംഗങ്ങളൊക്കെ അയോധ്യയിൽ ഉണ്ടാകുന്നുണ്ട് എന്നും എടുത്തു പറയേണ്ടതാണ്. അതേസമയം അയോധ്യ പോലെ തന്നെ ബദ്രീനാഥ് ക്ഷേത്രത്തിലും ഇപ്പോൾ ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണം ഉണ്ട്. ഭൈരവ് സേനയാണ് ഈ ആരോപണം ഉന്നയിച്ചത്. അതിന് പിന്നാലെ CCTV ദൃശ്യങ്ങൾ, CCTV ക്യാമറകൾ മാറ്റി സ്ഥാപിച്ചത് ഈ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ്. അതിൽ ചിലത് മറയ്ക്കാനുള്ളതുകൊണ്ടാണെന്ന് വിമർശനമൊക്കെ ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഈ ബദ്രീനാഥ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടക്കുകയാണ്. അതായത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്ഷേത്രങ്ങളിൽ കൊള്ള നടക്കുന്നു എന്ന ആക്ഷേപമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇന്നലെ മഹാരാഷ്ട്രയിലാണെങ്കിൽ രാമരക്ഷാ യാത്ര ശിവസേന ഉദ്യോഗപക്ഷം നടത്തിയിരുന്നു. കോൺഗ്രസ് ആണെങ്കിൽ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ മൗനം വെടിയണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. പ്രതിപക്ഷ കക്ഷികൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെയും പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രീയ ഊർജ്ജമായിരുന്നു അയോധ്യ എന്ന് പറയുന്നത്. അയോധ്യയിൽ ഇത്ര വലിയ കൊള്ളയുണ്ടാകുമ്പോൾ എന്തുകൊണ്ട് പ്രധാനമന്ത്രി മൗനം തുടരുന്ന ചോദ്യം പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും ഇത് രാഷ്ട്രീയ വിവാദമായി കൊഴുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ബദ്രീനാഥ് കൂടി ഇപ്പോൾ സംശയത്തിനിടയിൽ എത്തിയ സാഹചര്യം ഉള്ളതുകൊണ്ട്. അരുൺ, ഓക്കെ, നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനിടയിലാണ് മറ്റൊരു വാർത്ത നമ്മൾ ഇന്നലെ കണ്ടത്. രാമചരിതമാനസം
നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതെല്ലാം കൂടി അതൊക്കെ സ്വർണം പൂശിയതാണ്. അതിൻ്റെ വാക്കുകളും ഒക്കെ സ്വർണവും വെള്ളിയും ഒക്കെ പൂശി സ്വർണവും വെള്ളിയും കൊണ്ടൊക്കെ കിട്ടിയ രാമചരിതമാനസ് നേരത്തെ അവിടെ ശ്രീകോവിലിൽ പ്രദർശിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്.